ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ആംഗിൾസ് എന്താണെന്ന് വെച്ചാൽ വെൻ ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ. അതായത് രണ്ട് ലൈൻസ് എടുത്ത് കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയിട്ടുണ്ട്, എ ബി ബി സി എന്നീ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടി ഉണ്ടായിരിക്കുന്ന ആംഗിൾ ആണ് ഇത്. ആംഗിൾ എ ബി സി എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് പറയാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ആംഗിൾസ് കാണുന്നുണ്ട്. ക്ലോക്കിലും അശോക ചക്രം, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിലുള്ള അശോക ചക്രം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ആംഗിൾസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയറിലുള്ള ആംഗിൾസും അത് എത്രയൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ സെറ്റ് സ്ക്വയർ നോക്കുക, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 45 ഡിഗ്രി ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് സെറ്റ് സ്ക്വയറിലെ ആംഗിൾസ്. അതിൽ ഒരെണ്ണം 90 ഡിഗ്രി ആയിരിക്കും, അതിനെയാണ് റൈറ്റ് കോർണർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ നോക്കാം. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇത് റൈറ്റ് കോർണർ 90 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ പല ആംഗിൾസും നമുക്ക് പ്രൊട്രാക്ടറിൽ അളക്കാതെ തന്നെ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ പറ്റും. നമുക്കിപ്പോൾ 75 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ഈ 45ഉം 30യും കൂടി ചേർത്ത് വരച്ചാൽ മതി. 105 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ 40യും 60യും കൂടി കൂട്ടി വരച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾസിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ പറ്റും. ഇനി ആംഗിളിൻ്റെ പേരിടുന്നത് നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന രീതിയിലാണ് ആംഗിൾസിന് പേരിടുന്നത്. എക്സാമ്പിൾ, ഇത് എയിൽ നിന്ന് ബിയിൽ കൂടെ കടന്ന് സിയിലെത്തുന്നു, അപ്പോൾ എ ബി സി. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിൽ മാത്രമാണ് ആംഗിൾ ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ ലെറ്റർ കൊണ്ട് തന്നെ പറഞ്ഞാൽ മതി. ഈ ആംഗിളിന് എനിക്ക് ആംഗിൾ എ ബി സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് മാത്രം എഴുതാം. ഇനി ബിയിൽ നിന്ന് വേറൊരു ആംഗിളും കൂടി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എഴുതാൻ പാടുള്ളൂ. ഒരൊറ്റ വെർട്ടെക്സിൽ നിന്ന് ഒരു ആംഗിൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നോക്കാം. ജസ്റ്റ് ആംഗിൾസ് ഒന്ന് കൗണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. ഓക്കെ, സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇതൊരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ആംഗിൾസിന് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ഒരു ആംഗിളിന് ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പീസിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സർക്കിളിനെ 360 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, 360 ഡിഗ്രിയാണ്, 360 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 1 ഡിഗ്രി. ഓക്കെ, ആ 1 ഡിഗ്രിയുടെ ഇരട്ടിയാണ് 2 ഡിഗ്രി. 2 ഡിഗ്രിയോട് ഒന്ന് കൂട്ടുമ്പോൾ 3 ഡിഗ്രി. അങ്ങനെ പോയാണ് നമുക്ക് 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി ആംഗിൾസിനെ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 ഉണ്ട്, എക്സാക്ട്ലി പഠിക്കുക 3, എന്നാലും എക്സ്ട്രാ ഒരു ടൈപ്പും കൂടി ഉണ്ടാകും. ഇതിൽ പറയുന്നതാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, പേര് സൂചിപ്പിക്കുന്ന ക്യൂട്ട് ആംഗിൾസ്, ചെറിയ ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ. ഫോർ എക്സാമ്പിൾ 72 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിയിൽ കുറവായ ആംഗിൾസിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾസിനെയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. പിന്നെ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ആംഗിളിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, ആംഗിൾ ഗ്രേറ്റർ ദാൻ 90. ഇനി ഒരു സ്പെഷ്യൽ കേസും കൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, അതായത് ഒരു ലൈൻ കഴിഞ്ഞു പോകുന്ന ഒരാംഗിളാണ് റിഫ്ലക്സ് ആംഗിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു റിഫ്ലക്സ് ആംഗിൾ ആണ്. ഓക്കെ, എ ബി
സി ഇതൊരു റിഫ്ലക്സ് ആംഗിളാണ്. ഇപ്പോൾ ഇതൊരു 120 ആണെങ്കിൽ ഈ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ 360 120 കുറച്ച് 240 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ മെഷർ വന്നിട്ട്. ഇനി ഒരു ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പരിചയപ്പെട്ടു. ഇനി എങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആംഗിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസ് ലൈൻ ആദ്യം സ്ട്രെയിറ്റ് ഇട്ട് വരയ്ക്കുക. ശേഷം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു കുത്തിടുക. ഓക്കെ, കുത്തിട്ടടുത്തേക്ക് പ്രൊട്രാക്ടറിൻ്റെ ആ ഒരു കുഞ്ഞ് പ്രൊട്രാക്ടർ പോലത്തെ ഒരു സെമി സർക്കിൾ ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു മിഡ് പോയിന്റ് കാണാം. അവിടെ ആ ഡോട്ട് വരുന്ന രീതിക്ക് വെക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ ആംഗിൾ വരയ്ക്കാം. ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കട്ടെ. ഏത് ഡയറക്ഷനിൽ നിന്നാണോ പോകുന്നത് അതേ വഴി തന്നെ നോക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ നോക്കുക. ഓക്കെ, ഈ 0, 10, 20, 30, 40, 50, 60 അങ്ങനെ നോക്കാം. ഇവിടെ നിന്നാണെങ്കിലും ഓക്കെ മുകളിലത്തെ നോക്കുക. ഇവിടെ നിന്നാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന ഇൻഡിക്കേഷൻ നോക്കുക. ഇവിടെ നിന്നാണെങ്കിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ഇൻഡിക്കേഷൻ നോക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ 0, 10, 20, 30, 40, 50, 60 എത്തുമ്പോൾ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ ഡോട്ടും ആ വരയും തമ്മിൽ ജോയിൻ ചെയ്യിക്കും. നമുക്ക് കിട്ടുന്നതായിരിക്കും 60 ഡിഗ്രി. ഓക്കെ, ഇനി അതുപോലെ വേറൊരു ആംഗിൾ ഫോർ എക്സാമ്പിൾ ഒരു 110 ഡിഗ്രി വരയ്ക്കണമെന്നിരിക്കട്ടെ. ഇപ്പോൾ എന്താണ്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കാം. 110 ലെഫ്റ്റിൽ നിന്ന് വരയ്ക്കാം. അപ്പോൾ എങ്ങനെ മുകളിലത്തെ ഇൻഡിക്കേഷൻ നമ്പേഴ്സാണ് നോക്കേണ്ടത്. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110. ഓക്കെ, അപ്പോൾ 110 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡോട്ടിൽ നിന്ന് അവിടേക്ക് ഒരു ഇത് വരയ്ക്കുക. 110 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ രണ്ട് പെർഫെക്റ്റ് നമ്പേഴ്സിൻ്റെ തന്നു. ഇനി ഒരു 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ ചേർന്നിട്ട് ഒരു ആംഗിൾ വരുവാണെന്നിരിക്കട്ടെ. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു 52 ഡിഗ്രി ബേസ് ലൈൻ വരച്ചു, കുത്തിട്ടു, ഇത് വെച്ചു. 50, 51, 52. ഓക്കെ, അത് എണ്ണിയാലും മതി. എന്നിട്ട് ആ ഡോട്ടും ഇപ്പോൾ കിട്ടിയ വരയും തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. നമുക്ക് കിട്ടും 52 ഡിഗ്രി. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ എക്സാമിന് ചോദിക്കുന്നത് ഒരു ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു 6 സെൻറ്റിമീറ്റർ, ഇതൊരു 20 ഡിഗ്രി, 20 ഡിഗ്രി, 20 ഡിഗ്രി, 20 ഡിഗ്രി. ഓക്കെ, ഇങ്ങനത്തെ ഫിഗർ വരയ്ക്കാൻ പറയുമ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക, പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കുക, 10, 20 എടുത്തിട്ട് വരയ്ക്കുക. ഇപ്പുറത്തും അതുപോലെ തന്നെ വെച്ചിട്ട് 10, 20 എടുത്ത് വരയ്ക്കുക. അപ്പോൾ രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടും. അതേ സ്റ്റെപ്പ് താഴേക്ക് പ്രൊട്രാക്ടർ തലതിരിച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് 10, 20 ഇവിടെ വെച്ചിട്ട് 10, 20 നോക്കിയിട്ട് ആ ഫിഗർ വരയ്ക്കുക. ഇനി ഒരു സർക്കിളിൻ്റെ ഷെയ്ഡ് ചെയ്ത പോർഷനെ ഒരു ഫ്രാക്ഷനായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫ്രാക്ഷൻ നോക്കാം. ടോട്ടൽ 360 ആണ് സർക്കിൾ എന്ന് പറഞ്ഞു. അതിൽ 90 ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ചെയ്തത് 00 കട്ട് ചെയ്ത് 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്യാത്തത് 4/4. അത് 1 - 1/4 3/4. മുക്കാൽ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ആംഗിൾസ് എന്നുള്ള സെക്ഷനിലേക്ക് വരാം. ജസ്റ്റ് റഫായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 80 ഡിഗ്രി, ഇതൊരു 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾസിന് ജസ്റ്റ് പേരൊന്ന് കൊടുത്തേക്കാം. ABCD. ആംഗിൾ DBA പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. DBA എത്രയാണ്? 70 ഡിഗ്രി, ABC 80 ഡിഗ്രി. 70 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി ഈക്വൽ ടു 150 ഡിഗ്രി. ഇനി സബ്ട്രാക്റ്റിംഗ് ആംഗിൾസ് നോക്കാം. ഇത് 150 ഡിഗ്രി, ഇത്രയും 80 ഡിഗ്രി. അപ്പോൾ പേര് കൊടുക്കാം ABCD.
ആംഗിൾ എ ബി ഡി മൈനസ് ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ആംഗിൾ എ ബി ഡി 150 ഡിഗ്രി ആൻഡ് സി ബി ഡി ഈക്വൽ ടു 80 ഡിഗ്രി. രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഒരു പുതിയ സംഭവം വരുന്നത്. ഒരു ലൈൻ വരച്ചു. ആ ലൈനിലേക്ക് വേറൊരു ലൈൻ വരയ്ക്കുമ്പോൾ 2 ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പേര് കൊടുക്കാം FIJK. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആംഗിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ ഇതൊരു എക്സ് ഡിഗ്രി, ഇതൊരു വൈ ഡിഗ്രി. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഈ 2 ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അങ്ങനെയുള്ള ഒരു പെയർ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് ലീനിയർ പെയർ. ഓക്കെ, അതായത് അതിൻ്റെ അടുത്തടുത്ത ആംഗിൾസ് ആയിരിക്കണം. ഓക്കെ, ഒരു ലൈനിലേക്ക് വേറൊരു ലൈൻ ഇങ്ങനെ വന്നു ചേരുന്ന സമയത്ത് അവിടെ 2 ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ 2 ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഇനി ലീനിയർ പെയർ മുറിച്ച് കിടക്കുമ്പോഴുള്ള പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ലീനിയർ പെയർ മുറിച്ച് കിടന്നു. അപ്പോൾ ഈ ആംഗിൾ ഒരു 50 ഡിഗ്രി ആണ്. അപ്പോൾ ബാക്കി ആംഗിൾസ് എഴുതാനാവും ചോദിക്കുക. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി അല്ലെ? സ്ട്രേറ്റ് ലൈൻ ആണ്, ലീനിയർ പെയർ ആണ്. ഇനി ലീനിയർ പെയർ മുറിച്ച് കിടക്കുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അത് ഇത് 50 ആണെങ്കിൽ ഇതും 50 ഡിഗ്രി ആയിരിക്കും. ഇത് 130 ആണെങ്കിൽ ഇത് 130 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ലീനിയർ പെയറിൻ്റെ കൺസെപ്റ്റ്. വേറൊരു ചോദ്യം കൂടി നോക്കാം. ഇത് 30 ഡിഗ്രി, ഇത് 70 ഡിഗ്രി, ബാക്കി ആംഗിൾസ് എഴുതുക. ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. ഓക്കെ, ഇതും കൂട്ടി 100 ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ ഇത് ബാക്കി വരുന്ന 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത്രയും 30. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ലീനിയർ പെയർ അനുസരിച്ച് ഇത് 150 ഡിഗ്രി ആയിരിക്കും ഇത് വരുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കൂടി വീഡിയോയിൽ പങ്കുവെക്കാമെന്ന് കരുതി. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ക്ലോക്കാണ്. നമ്മൾ സമയം നോക്കാൻ വേണ്ടി ക്ലോക്ക് ഉപയോഗിക്കുന്നുണ്ട്. ക്ലോക്കിന് 360 ഡിഗ്രിയാണ്. വട്ടത്തിലുള്ള ക്ലോക്ക് ആണെങ്കിൽ 360 ഡിഗ്രി ആകും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? ഓക്കെ, 12 ഈക്വൽ പീസസ് ആയിട്ട് മുറിക്കുന്നുണ്ട് അല്ലേ? 12 പാർട്സ് ആണുള്ളത്. അപ്പോൾ 360/12 30 ഡിഗ്രിയാണ് ആ 2 ഇത് തമ്മിലുള്ള ഇത് വരുന്നത്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിൽ 24 ആരക്കാലുകളുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്, അതും സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ 2 ആരക്കാലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ഡിഗ്രി ആയിരിക്കും ആ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൺ ഫാക്റ്റും കൂടി ശ്രദ്ധിക്കുക. താങ്ക് യു.